ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം നമ്മിൽ സൃഷ്ടിക്കാൻ, നമ്മിൽ നിക്ഷേപിക്കാൻ കരുണയോടെ നമ്മെ തേടി വരുന്ന ഈശോയുടെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 51:10. Psalm 51:10. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. നാം പാടി പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക നാഥ. ദാവീദിൻ്റെ അനുതാപ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവത്തിന് മാത്രമാണ് സൃഷ്ടി സാധ്യമാക്കുന്നത്. പാപം മൂലം പങ്കിലമായ എൻ്റെ ഹൃദയത്തെ കർത്താവേ, നീ വെടിപ്പാക്കണമേ എന്നല്ല, നീ വൃത്തിയാക്കണമേ, നേരെയാക്കണമേ എന്നല്ല, മറിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ ഹൃദയം എനിക്ക് സൃഷ്ടിച്ചു തരണേ കർത്താവേ. Forgiveness is not repair, it is new creation. കർത്താവ് കരുണ കാണിക്കുന്നത് നമ്മെ ശരിയാക്കുക അല്ല, മറിച്ച് നമ്മെ നവസൃഷ്ടിയാക്കി മാറ്റുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് we cannot fix ourselves fully. നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്, ഞാൻ തന്നെ എന്നെ അങ്ങ് ശരിയാക്കിക്കൊള്ളാം എന്ന്. പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ടു പോവുകയാണ് പതിവ്. നമ്മെ കൊണ്ടാകില്ല. നമുക്ക് ഈശോയോട് ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ കരുണ ചോദിക്കാം. കർത്താവേ, ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കണമേ, ഒരു പുതിയ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഈ നോമ്പ് കാലം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ മുറിവുകളും തകർച്ചകളുമായി, നമ്മുടെ എല്ലാ പാപക്കറകളുമായി കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സറണ്ടർ ചെയ്യാനാണ്. അങ്ങനെ മനസ്സിലാക്കിക്കേ, മുറിവുകളേറെയുണ്ട്, ഹൃദയത്തിന് വിള്ളൽ തന്നെ വീണിട്ടുണ്ട്. And we are broken. Let's surrender before our loving, merciful God. ദൈവത്തിന് മുമ്പാകെ നമുക്ക് ശരണപ്പെടാം. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ ശരിയാക്കാൻ, നമ്മളെ റീക്രിയേറ്റ് ചെയ്യാൻ കർത്താവിനെ അനുവദിക്കാം. അതിന് തക്ക ഒരു എളിമ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ, ഹ്യൂമിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ വെർച്യൂസ്. ഹ്യൂമിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ വെർച്യൂസ്. പാപബോധമുണ്ടാകാൻ, അനുതാപത്താൽ ഹൃദയം കർത്താവിന് സമർപ്പിക്കാൻ, മാനസാന്തരത്തിൻ്റെ വഴിയെ വരാൻ ആദ്യം വേണ്ടത് എളിമയാണ്. ഹ്യൂമിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ. കർത്താവേ, എന്നെക്കൊണ്ട് തനിയെ ആകുന്നില്ലേ. ഇസ്രായേലിൻ്റെ രാജാവാണ് പറയുന്നത്, കർത്താവേ, എൻ്റെ ഉള്ളിലൊരു പുതിയ ഹൃദയം നീ സൃഷ്ടിക്കണേ, ഒരു പുതിയ ചൈതന്യം നീ നിക്ഷേപിക്കണമേ എന്ന് നിസാരത തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരുണ തേടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കാകുന്നില്ലേ, ബലഹീനരാണ്, നിസ്സാരരാണ്. ഈശോ, ഞങ്ങളിൽ ഒരു പുതിയ ഞങ്ങളെ നീ സൃഷ്ടിക്കണേ. എന്നിൽ ഒരു പുതിയ എന്നെ നീ സൃഷ്ടിക്കണേ. സൃഷ്ടാവേ, പരിപാലകനെ, വീണ്ടെടുപ്പുകാരാ, എൻ്റെ ഹൃദയത്തെ നീ പുതിയതാക്കണേ. എനിക്ക് ലഭിച്ച അഭിഷേകത്തിൽ നവീകരിക്കണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തെ നീ തിരികെ നൽകണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.
ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.